ഇന്ന് ഒരു വെറൈറ്റി വീഡിയോസാണ്, ചെറിയൊരു പരീക്ഷണ വീഡിയോസാണ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളെ വേപ്പ് മരത്തിലുള്ള കാണുന്ന നമ്മൾ ഒരു തരം പുഴുക്കളാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസിൽ. അപ്പോൾ ഈ പുഴുക്കളെ പിടിച്ചിട്ട് ഞാൻ ചെറിയൊരു ഭരണിയിലാക്കാൻ പോവാണ്. ഇപ്പം ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 19 മുതൽ ഫെബ്രുവരി 10 വരെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ വല്ല കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഭരണിയിലാക്കിയിട്ടുണ്ട്. കൂടെ നമുക്ക് അവർക്ക് കഴിക്കാനുള്ള മറ്റ് ഇലകളും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് വേപ്പിൻ്റെ ഇല നല്ല രീതിയിൽ കഴിക്കും, അതുപോലെ തന്നെ നാരങ്ങൻ്റെ ഇല ഉണ്ടല്ലോ, നാരങ്ങൻ്റെ ഇലയും അവർ നല്ല രീതിയിൽ കഴിക്കും. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിൻ്റെ മുകൾ ഭാഗം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മൂടിയിട്ട് നമ്മൾ തണലത്ത് വെക്കുക ചെയ്യുന്നത്. കൂടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം, പിന്നോണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തണലത്തേക്ക് മാറ്റി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ കൊടുത്ത ഇലകളൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെറിയ പുഴുക്കളും നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട്. ഇലകൾ മാറ്റി കൊടുക്കണം, എന്നാലേ ഉള്ളൂട്ട് അവർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ഫ്രഷ് ഇലകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ രണ്ടും സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ആ തണലത്തേക്ക് തന്നെ വെച്ച് വീണ്ടും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്, കണ്ടില്ലേ. വേറൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇവർ. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. ഈ സമയത്ത് ഇനി ഇലൻ്റെ ഒന്നും ആവശ്യമില്ല. ഇലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ, ഇനി പുതിയ ഇല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കഴിക്കൂല. ഈ ഇരുത്തം അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് നിൽക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഫെബ്രുവരി 10 ഇന്ന് നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. അവർ രണ്ട് സൂപ്പർ പൂമ്പാറ്റകളായിട്ടുണ്ട്, കണ്ടല്ലേ. നമുക്ക് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ നമുക്കൊരു സ്കൂളിലൊക്കെ പഠിക്കാണ്ട് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകാൻ രീതിയിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും.